ഹായ് ഓൾ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് കൺസെപ്റ്റ് ഓഫ് ഡീറ്റെയിലിംഗ് ഓഫ് കണ്ടിന്യൂസ് സ്ലാബ്. ഓക്കെ, കണ്ടിന്യൂസ് സ്ലാബിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദ ബീംസ് ആൻഡ് സ്ലാബ്സ് ആർ കാസ്റ്റ് മോണോലിത്തിക് ഇൻ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ. The T-beams are spaced at regular intervals and slab continuous over these supports. അപ്പം ബീമും സ്ലാബും മോണോലിത്തിക് ആയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മോണോലിത്തിക് ആയിട്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ അത് ടി ബീം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് റെഗുലർ ഇൻ്റർവെൽസിൽ ടി ബീംസ് സ്പേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പം തന്നെ നമുക്ക് ആ സ്ലാബ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണ് അല്ലേ. ആ സപ്പോർട്ടിൻ്റെ മേലെ അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് വരുവാണ്. ഓക്കെ, ദ ഡിസൈൻ ഓഫ് സച്ച് വൺ വേ കണ്ടിന്യൂസ് സ്ലാബ് can be done by the moment and shear coefficient methods given in IS 456-2000. അപ്പോൾ അങ്ങനെ വരുന്ന വൺ വേ കണ്ടിന്യൂസ് സ്ലാബിൻ്റെ ഡിസൈൻ നമുക്ക് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ ഷിയർ കോഎഫിഷ്യൻറ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ആ മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂസും ഷിയർ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂസും നമുക്ക് കോഡിൽ തന്നിട്ടുണ്ട്. IS 456-2000 ടേബിൾ 12 ആൻഡ് ടേബിൾ 30 തന്നിട്ടുണ്ട്. ഓക്കെ, 12 ആൻഡ് 13. അപ്പോൾ ആ ടേബിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൺ വേ കണ്ടിന്യൂസ് സ്ലാബ് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദീസ് കോഎഫിഷ്യൻ്റ് ഗീവ് ദ മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് വാല്യൂസ് അറ്റ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഈ കോഎഫിഷ്യൻ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും വാല്യൂ ക്രിട്ടിക്കൽ സെക്ഷനിലുള്ളതാണ്. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം വരാവുന്ന പൊസിഷൻസ്. ഓക്കെ, അതായത് ഇപ്പം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസാണെങ്കിൽ സ്പാനിൽ അല്ലേ, മിഡ് സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരാം. അതുപോലെ സപ്പോർട്ടിൽ വരുമ്പോൾ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് വരാം. ഓക്കെ, ആ ഓരോ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓക്കെ സപ്പോർട്ടിലും അതുപോലെ തന്നെ മിഡ് സ്പാനിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ് ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസിൻ്റെ ടേബിളിൽ തന്നിട്ടുള്ളത്. അതുപോലെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂസും അത് ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് സപ്പോർട്ടിനോട് ചേർന്നിട്ടുള്ള പൊസിഷനുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിൻ്റെ കോഎഫിഷ്യൻസ് ആണ്, ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന കോഎഫിഷ്യൻസ് ആണ് നമുക്ക് കോഡിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള വൺ വേ സ്ലാബിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും മാക്സിമം വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻസുമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദീസ് കോഎഫിഷ്യൻസ് ആർ ആപ്ലിക്കബിൾ ഓൺലി ഇഫ്. അപ്പോൾ ഈ കോഎഫിഷ്യൻസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാലേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ സ്ലാബ് ഈസ് കണ്ടിന്യൂസ് ഓവർ 3 or more spans which do not differ by more than 15% of the longest span and loads are mainly uniformly distributed. അപ്പം ഈ സ്ലാബ് കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് കണ്ടിന്യൂസ് മീൻസ് 3 അതിലധികമോ സ്പാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, മിനിമം 3 സ്പാനെങ്കിലും ഈ കണ്ടിന്യൂസ് സ്ലാബിൽ ഉണ്ടായിരിക്കണം. 3 അതിലധികമോ ഉണ്ടായിരിക്കണം. എന്നാൽ അതിൽ ലോങ്ങസ്റ്റ് സ്പാനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള സ്പാനുകൾ 15% കൂടുതൽ ഡിഫറൻസ് വരാൻ പാടില്ല. ഓക്കെ, അതായത് ഇപ്പം ഒരു പർട്ടിക്കുലർ ഇപ്പം 10 മീറ്റർ സ്പാനാണെന്ന് വിചാരിച്ചോ. ഓക്കെ, 10 മീറ്റർ സ്പാനിൻ്റെ 15% എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. ഓക്കെ, അപ്പം 1.5 മീറ്റർ ഡിഫറൻസ് എന്ന് പറയുമ്പം 10 മീറ്റർ മറ്റുള്ള സ്പാനുകൾ ഇപ്പം ലോങ്ങസ്റ്റ് സ്പാൻ 10 മീറ്റർ ആണെങ്കിൽ മറ്റുള്ള സ്പാനുകളിൽ ഒരു കാരണവശാലും 8.5 മീറ്ററിനേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ, മറ്റുള്ള സ്പാനുകളെല്ലാം 8.5നേക്കാളും കൂടുതലുണ്ടായിരിക്കണം. 8.5 മീറ്ററിനേക്കാൾ ഏതെങ്കിലും സ്പാന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോങ്ങസ്റ്റ് സ്പാൻ എന്ന് പറയുന്ന 10 മീറ്ററിൻ്റെ 15%നേക്കാളും ഡിഫറൻസ് വന്നു അല്ലേ. അങ്ങനെ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 മീറ്റർ സ്പാൻ ആണെങ്കിൽ 8.5 മീറ്റർ സ്പാനിനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ലോഡ് മെയിനായിട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ വരുന്ന കേസിലാണ് നമുക്ക് ഈ ഒരു കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സിൻ്റെയും ഒന്ന് അതിൻ്റെ സ്ലാബ് കണ്ടിന്യൂസ് ആയിരിക്കണം 3 അതിലധികമോ സ്പാനിൽ. അതുപോലെ തന്നെ അതിൻ്റെ ലോങ്ങസ്റ്റ് സ്പാൻ എന്ന് പറയുന്നത് മറ്റുള്ള സ്പാനുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് സ്പാനിൻ്റെ ആ ലെങ്ത്തിനെ വെച്ചിട്ട് മറ്റുള്ള സ്പാനുകൾ ലോങ്ങസ്റ്റ് സ്പാനിൻ്റെ ലെങ്ത്തിൻ്റെ 15%നേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ, അതായത് ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മീറ്റർ ആണ് ലോങ്ങസ്റ്റ് സ്പാൻ എങ്കിൽ 8.5 മീറ്ററിനേക്കാളും കുറയാതെ മറ്റുള്ള സ്പാനുകളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ലോങ്ങസ്റ്റ് സ്പാനിനോട് അടുത്തുള്ള ഡയമെൻഷൻസുള്ള സ്പാനുകളാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം,
കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലോഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയിരിക്കണം മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അതായത് പോയിൻ്റ് ലോഡ്സ് ഈ UDLനെ ആ എഫക്റ്റിനേക്കാളും കൂടുതൽ വരുന്ന പോയിൻ്റ് ലോഡ്സ് ഒന്നും വരാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത് ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെൻറ്റ്സ് ഈസ് നോട്ട് പെർമിറ്റഡ് വെൻ മൊമെൻറ്റ്സ് ആർ ഡിറ്റർമിൻഡ് യൂസിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ്. അപ്പം മൊമെൻറ്റ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ റീഡിസ്ട്രിബ്യൂഷൻ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി മുന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സെക്കൻഡ് മൊഡ്യൂളൊക്കെ പറയുന്ന സമയത്താണെന്ന് തോന്നുന്നു. അതായത് ഇപ്പം ഈ വലിയ ബെൻഡിങ് മൊമെൻറ്റ്, അതായത് സപ്പോർട്ടിലും സ്പാനിലും ഓക്കെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്സ്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് അവിടെയാണല്ലോ. അപ്പം സപ്പോർട്ടിൽ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റും സ്പാനിൽ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റുമാണ്. അപ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതായത് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ കുറച്ചിട്ട് അതിനനുസരിച്ചിട്ട് സ്പാനിലെ ബെൻഡിങ് മൊമെൻറ്റ് കൂട്ടിയിട്ട് അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ് ഇതിൽ ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് ഈ വാല്യൂ തന്നെ എടുക്കണം, റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെൻറ്റ്സ് ഈസ് നോട്ട് പെർമിറ്റഡ് വെൻ മൊമെൻറ്റ്സ് ആർ ഡിറ്റർമിൻഡ് യൂസിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ്. അപ്പം 2 പോയിൻറ്റ്സ് അവിടെ പറഞ്ഞിരിക്കുന്നത്, 3 അതിലധികമോ സ്പാൻ ഉണ്ടായിരിക്കണം. ആ സ്പാനിൽ ലോങ്ങസ്റ്റ് സ്പാനിൻ്റെ 15%-നേക്കാളും മറ്റുള്ള സ്പാനുകളുടെ ഡിഫറൻസ് വരാൻ പാടില്ല. അതുപോലെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായിരിക്കണം മെയിനായിട്ട് ആ സ്ലാബിൽ വരേണ്ടത്. അതേപോലെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ട് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വന്നാൽ നമുക്ക് മൊമെൻറ്റ് കോഎഫിഷ്യൻസും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സിൻ്റെ കോഎഫിഷ്യൻസും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട്: ഇഫ് ദ സ്പാൻസ് ഡിഫർ ബൈ മോർ ദാൻ 15%, then a rigorous analysis of the slab is required using Canny's method, moment distribution method, etc. ഇപ്പം നോർമലി നമ്മൾ ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമൊക്കെ ആണെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസമില്ല അല്ലേ. സെൻറ്ററിലാണെങ്കിൽ WL²/8 UDL വരുന്ന കേസാണെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം. എന്നാൽ കണ്ടിന്യൂസ് സ്ലാബ്സ് വരുന്ന കേസ്, കണ്ടിന്യൂസ് അല്ലെങ്കിൽ ബീം വരുന്ന കേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. കാരണം സ്പാനിൽ പോസിറ്റീവ് മൊമെൻറ്റും സപ്പോർട്ടിൽ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ വരുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഈ ലോങ്ങസ്റ്റ് സ്പാനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള സ്പാനുകൾ 15%-നേക്കാളും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഈ കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും മെത്തേഡ്, നമ്മൾ കണ്ടിന്യൂസ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റും അതുപോലെ ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് നമ്മൾ അപ്രോക്സിമേറ്റ് ആണ്, ഏകദേശം വരുന്ന വാല്യൂ ആണ് ഈ കോഎഫിഷ്യൻ്റ് വെച്ച് കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഈ 15%-നേക്കാളും കൂടുതൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് സ്പാനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള സ്പാനിൽ ഏതെങ്കിലും 15%-നേക്കാളും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട്, നിങ്ങൾ പഠിക്കുന്ന ഇപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡോ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡോ കാനീസ് മെത്തേഡോ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ട് സപ്പോർട്ടിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ, അതുപോലെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ, അതുപോലെ സ്പാനിൽ വരുന്നതൊക്കെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആ മെത്തേഡ്സ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് സ്ലാബ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിൻ്റെ എൻഡിലേക്ക് വരുമ്പോഴുള്ള സ്പാൻ എന്ന് പറയുന്നത് L1 ആണ്. അതിനുശേഷം വരുന്ന സ്പാൻ എന്ന് പറയുന്നത് L2 ആണ്. അത് ഫുള്ളായിട്ട് അവിടെ കാണിച്ചിട്ടില്ല, കണ്ടിന്യൂസ് എന്നുള്ള രീതിയിൽ അവിടെ ഇട്ടിട്ടാണുള്ളത്. അപ്പം രണ്ടാമത്തെ സ്പാൻ ഇൻ്റർമീഡിയറ്റ് വരുന്നത് L2 എന്നും അതുപോലെ എൻ സ്പാൻ L1 എന്നുള്ളത് നമുക്ക് എടുക്കാം. അതുപോലെ ഇതിൻ്റെ ബോട്ടത്തിൽ ഇപ്പം ഈ ഫസ്റ്റ് സ്പാൻ ലെഫ്റ്റ് സൈഡിലുള്ള സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട് ബോട്ടത്തിൽ വരുന്ന മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ എന്നുള്ളത് AST1 ആണെന്ന് എടുക്കാം. ഓക്കെ, അതേപോലെ ഇതിൻ്റെ സപ്പോർട്ടിൽ സെക്കൻഡ് സപ്പോർട്ടിൽ വരുന്ന നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് AST2 ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് മിഡ് സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഫസ്റ്റ് സ്പാനിൽ മിഡ് സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് AST1 ആണ്. അതുപോലെ തന്നെ സപ്പോർട്ടിൽ, സെക്കൻഡ് സപ്പോർട്ടിൽ, രണ്ടാമത്തെ ഫിഗറിൽ കാണുന്ന സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് സ്റ്റീൽ AST2 ആണ്. ഓക്കെ, സ്പാനിലെ ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏരിയ ഓഫ് സ്റ്റീൽ AST1, സപ്പോർട്ടിലെ ബെൻഡിങ് മൊമെൻറ്റ് അതായത് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏരിയ ഓഫ് സ്റ്റീൽ AST2 ആണ്. ഓക്കെ, അത് രണ്ടും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പം ഫസ്റ്റ് സ്പാനിൽ മിഡ് സ്പാനിൽ AST1 ആ സപ്പോർട്ടിലേക്ക് പോകുന്ന സമയത്ത്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള സപ്പോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഫുള്ള് നമ്മളവിടെ ബോട്ടത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല, അല്ലെ നമ്മൾ എന്ത് ചെയ്യും, ബെൻഡപ്പ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം മുന്നമേ പഠിച്ചതുപോലെ തന്നെ ടോട്ടൽ സ്റ്റീലിൻ്റെ 50% ബെൻഡപ്പ് ചെയ്യണം, അതായത് ഒന്നിടവിട്ടിട്ട് നമ്മൾ ബെൻഡ് ചെയ്യും. അതിനാണ് ഇവിടെയും ചെയ്യുന്നത്. സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്, ആ ലെങ്ത് എന്ന് പറയുന്നത് L/7 അല്ലെങ്കിൽ 0.15 L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, അതായത് L/7 അല്ലെങ്കിൽ 0.15 L. ഇവിടെ സ്പാൻ L1 ആയതുകൊണ്ട് സപ്പോർട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് 0.15 L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൻ്റെ അവിടെ നിന്ന് ബെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് ദി സപ്പോർട്ടിൽ നിന്ന് 0.15 L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീലിൻ്റെ 50% ആണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, കാരണം അവിടെ ഒന്നിടവിട്ടിട്ട ഒരു ബാർ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ബാർ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടോപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബെൻഡ് ചെയ്ത് ടോപ്പിലേക്കാണ്. ഒന്നിടവിട്ടിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും ബെൻഡ് ചെയ്തിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് ബെൻഡ് ചെയ്തിട്ടും അങ്ങനെ ഒന്നിടവിട്ടിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും, 50% AST1 എന്നുള്ള മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ ടോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ ലെങ്ത് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.1 L1. അതായത് 0.1 L1 നമ്മൾ ഓൾറെഡി സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള വൺ വേ സ്ലാബിൻ്റെ കേസിലും കൺസിഡർ ചെയ്തിരുന്നു. അതായത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0.1 L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, 0.1 L1-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം ആ ടോപ്പിലുള്ള ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ലെങ്ത് സപ്പോർട്ടിൽ. ഓക്കെ, ഇനി എൻഡിലല്ലാതെ വരുന്ന സപ്പോർട്ട്, അതാണ് ഇവിടെ റൈറ്റ് സൈഡിലുള്ള സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ആ സപ്പോർട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്പാനിൽ AST1 ആയിരുന്നു വന്ന ഏരിയ ഓഫ് സ്റ്റീൽ. അത് ബെൻഡ് ചെയ്ത് 50% ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തു. അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴും 0.15 L1 എന്നുള്ളത് 0.25 L1 എന്നുള്ളതായി മാറി. അതായത് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് വരുമ്പോൾ, ഓക്കെ, അതായത് സ്പാനിൻ്റെ അകത്ത് വരുന്ന സപ്പോർട്ട്, എൻഡിൽ വരുന്ന സപ്പോർട്ട് അല്ലാതെ അകത്ത് വരുന്ന ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇന്നർ സപ്പോർട്ട്സിൽ നമ്മൾ ബെൻഡപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സപ്പോർട്ടിൻ്റെ ഫേസിൽ നിന്ന് 0.25 L1 മാറിയിട്ടാണ്, അല്ലെങ്കിൽ L/4 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബെൻഡ് ചെയ്തിരിക്കുന്നത് കാണാം, സപ്പോർട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് 0.25 L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അവിടെ ബാർ ബെൻഡപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇൻ്റർമീഡിയറ്റ് വരുന്നതിൽ 0.25 L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ബെൻഡപ്പ് ചെയ്യേണ്ടത് സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിന്. ഓക്കെ, അത് അവിടെ ബെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50% AST1 ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തു, ബാക്കി 50% AST1 ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ബോട്ടത്തിലുള്ള ബാറ് കണ്ടിന്യൂ ചെയ്യുന്നില്ല, അത് 0.1 L1 മിനിമം ഡിസ്റ്റൻസ് അകത്തേക്ക് കയറി നിൽക്കണം. അതായത് സപ്പോർട്ടിലേക്ക് 0.1 L1 കയറി നിന്നിട്ട് നമുക്കവിടെ എൻഡ് ചെയ്യാം ബാർ. ഓക്കെ, കാരണം അവിടെ ശരിക്കും ബെൻഡിങ് മൊമെൻറ്റ് ബോട്ടത്തിൽ വരുന്നത് 0 ആണ്, സപ്പോർട്ടാണ്. അതുപോലെ ടോപ്പിലേക്ക് പോകുമ്പോഴാണ് അവിടെ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. ഓക്കെ, അവിടെ വരുന്ന പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്, താഴെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഓക്കെ 0 ആണ്. അപ്പോൾ ടോപ്പിലാണ് അവിടെ ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്, നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പിലാണ് റീഇൻഫോഴ്സ്മെൻറ്റ് മെയിനായിട്ട് വേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, 0.1 L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മിനിമം അകത്തേക്ക് കയറി നിന്നാൽ മതി, സപ്പോർട്ടിൻ്റെ അകത്തേക്ക്, ബോട്ടത്തിലുള്ള ആ 50% AST1. ഓക്കെ, അപ്പോൾ ഇവിടെ ടോപ്പിലേക്ക് AST വന്നു. അതേപോലെ ഇവിടെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള AST എന്ന് പറയുന്ന AST2 ആണ്. അപ്പോൾ ഇത് നമ്മൾ ബെൻഡപ്പ് ചെയ്തതിന് ശേഷം ഇനി എത്ര അഡീഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് വേണം AST2 ആവാനെന്നുള്ളത് നമ്മൾ നോക്കണം. അതിനനുസരിച്ച് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യും. AST2 ഏരിയ അവിടെ ടോപ്പിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ബെൻഡപ്പ് ബാർസ് മേലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നേരത്തെ നമ്മൾ സപ്പോർട്ടിൽ ലെഫ്റ്റ് സൈഡിലുള്ള സിമ്പിളായിട്ടുള്ള സപ്പോർട്ടിൽ ആ ലെങ്ത്ത് ടോപ്പിലേക്ക് കയറി കഴിഞ്ഞാലുള്ള ലെങ്ത്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.1 L1 ആണെങ്കിൽ ഇവിടെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.15 L1 ഉണ്ടായിരിക്കണം ടോപ്പിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതുണ്ടായിരിക്കണം. അതേപോലെ നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിലും കാണാം, അവിടെയുള്ള സ്പാൻ എന്ന് പറയുന്നത് L2 ആണ്. ഓക്കെ, രണ്ടാമത്തെ സ്പാൻ ആ L2ന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് 0.25 L2 മാറിയിട്ടാണ് അവിടെ ബാർ ബെൻഡപ്പ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ 0.25 L2 ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സ്പാനിൻ്റെ 0.25 അല്ലെങ്കിൽ L/4 ഡിസ്റ്റൻസ്, അതായത് L2/4 ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ബാസ് ബെൻഡപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ബെൻഡപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് മേലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മേലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.15 L2 എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ ഈ താഴെ ഈ ബോട്ടത്തിലുള്ള ബാർ ഇതിൻ്റെ അകത്തേക്ക് കയറി നിൽക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.1 L2 എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതും മാർക്ക് ചെയ്യാം. 0.1 L2 എന്നുള്ള താഴെ മാർക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ മേലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.15 L2 ഉണ്ടായിരിക്കണം. അതുപോലെ വേറൊരു കാര്യം, അവിടെ ടോപ്പിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ആ ബെൻഡപ്പ് ചെയ്തിരിക്കുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്യില്ല, അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ടോപ്പ് സോണിൽ, അതായത് AST2 എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്, ഓക്കെ, അതായത് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഫേസ് ഓഫ് ദ സപ്പോർട്ട് കഴിഞ്ഞിട്ടും ഒരു 0.3 L1 എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് ഇപ്പം ഫസ്റ്റ് സ്പാനിൽ L1 ആണെങ്കിൽ അതിൻ്റെ 0.3 L1 ടോപ്പിൽ തന്നെ ഉണ്ടായിരിക്കണം. അതേപോലെ ഇപ്പോഴത്തെ സൈഡിലാണെങ്കിലും ഫേസ് ഓഫ് ദ സപ്പോർട്ടിൻ്റെ അവിടുന്ന് 0.3 L2 അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം അതുപോലെ നമ്മൾ ബാർ അവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ടോപ്പിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട AST എന്ന് പറയുന്ന AST2 ഉണ്ടായിരിക്കണം. അതായത് ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്ന് ബെൻഡപ്പ് ചെയ്ത് കയറ്റിയാലും AST2 എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് ഇനി എത്ര റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണോ ആ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം ഇവിടെ അതേപോലെ ടോപ്പിൽ ആ റീഇൻഫോഴ്സ്മെൻറ്റ് എവിടം വരെ കൊണ്ടുപോകണം, ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് 0.3 L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് രണ്ട് സൈഡിലേക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവണം റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കേണ്ടി വരും ഡീറ്റെയിലിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കോഡ് കോഎഫിഷ്യൻസ് നോക്കാം. കോഡിൽ ആദ്യം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് നോക്കാം. ടേബിൾ 12 ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ്. അപ്പോൾ ഓരോ ടൈപ്പ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പാനിൽ വരുന്ന മൊമെൻറ്റ്സിൻ്റെ കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ സപ്പോർട്ടിൽ വരുന്ന മൊമെൻറ്റ്സിൻ്റെ കോഎഫിഷ്യൻറ്റും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് ലോഡ് നിങ്ങൾക്ക് കാണാം, ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ് ലോഡ് ഫിക്സ്ഡ്. അപ്പോൾ ഇമ്പോസ് ലോഡ് ഫിക്സ്ഡ് ആയിട്ടുള്ള കേസ് ഒന്ന്, രണ്ടാമത്തത് ഇമ്പോസ് ലോഡ് നോട്ട് ഫിക്സ്ഡ് രണ്ടാമത്തെ കേസ്. ഓക്കെ, അപ്പോൾ ഡെഡ് ലോഡ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഫിക്സ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനൊന്നും ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. ഡെഡ് ലോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഓൺ വെയിറ്റ് അല്ലേ, അപ്പോൾ അത് എപ്പോഴും കോമൺ ആയിരിക്കും. ഓക്കെ, അതിന് പ്രത്യേകിച്ച് വേറെ രണ്ട് ടൈപ്പ് ഒന്നും എടുക്കണ്ട, ഡെഡ് ലോഡ് എപ്പോഴും സെയിം തന്നെയാണ്. എന്നാൽ ഇമ്പോസ് ലോഡ് ഫിക്സ്ഡ് വരുന്ന കേസ് ഉണ്ട്. ഏതെങ്കിലും ലോഡ് ഫിക്സ്ഡ് ആക്കി വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫിക്സ്ഡ് എന്നുള്ള രീതിയിൽ എടുക്കണം. ആ ഫിക്സ്ഡ് ആക്കി വെക്കുന്ന ലോഡ് മാത്രം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇമ്പോസ് ലോഡ് ഫിക്സ്ഡ് എന്നുള്ള കൺസെപ്റ്റിലുള്ള ആ കോഎഫിഷ്യൻ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം ഫിക്സ്ഡ് ആണെങ്കിൽ. ഓക്കെ, ഡെഡ് ലോഡ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഡെഡ് ലോഡ് പ്ലസ് ആ പർട്ടിക്കുലർ ലൈവ് ലോഡിൻ്റെ വാല്യൂ, ഫിക്സ് ആക്കി വെക്കുന്ന ലൈവ് ലോഡിൻ്റെ വാല്യൂം കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോഎഫിഷ്യൻ്റ്, അതായത് ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ് ലോഡ് ഫിക്സ് എന്ന് പറയുന്ന കേസിൽ യൂസ് ചെയ്തിരിക്കുന്ന കോഎഫിഷ്യൻസ് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇനി ഇൻ കേസ് ഇമ്പോസ് ലോഡ് ഏതെങ്കിലും ഫിക്സ് അല്ലാതെ, അതായത് നോർമലി ഫിക്സ്ഡ് അല്ലാത്ത രീതിയിലാണ് വരിക, അങ്ങനെ വരുന്ന കേസൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നോർമലി ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇപ്പം 3 kN/m², അല്ലെങ്കിൽ 2 kN/m² എന്ന് പറയുന്ന ലോഡൊക്കെ നോട്ട് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഡെഡ് ലോഡ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് മേലെയുള്ള കോഎഫിഷ്യൻ്റ് വെച്ച് ഡെഡ് ലോഡിൻ്റെ കോഎഫിഷ്യൻ്റ് വെച്ച് ഡെഡ് ലോഡ് മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനുശേഷം ഇമ്പോസ് ലോഡ് നോട്ട് ഫിക്സ്ഡ് അല്ലാത്ത ആ ലോഡ് എത്രയാണോ അതിനനുസരിച്ചുള്ള കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്തിട്ട് ഇമ്പോസ് ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് രണ്ടും കൂടി ടോട്ടൽ ആഡ് ചെയ്താൽ മതി, ടോട്ടൽ ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡെഡ് ലോഡിനപ്പം വേറെ കേസുകളൊന്നും വരുന്നില്ല. ഡെഡ് ലോഡ് അതിൻ്റെ ഓൺ വെയിറ്റ് തന്നെയാണ്. ഓക്കെ, ഏതാണോ ഇപ്പോൾ സ്ലാബ് ആണെങ്കിൽ അതിൻ്റെ ഓൺ വെയിറ്റ്, ബീം ആണെങ്കിൽ അതിൻ്റെ ഓൺ വെയിറ്റ്. അപ്പം ഡെഡ് ലോഡിന് വേറെ കേസുകളൊന്നും വരുന്നില്ല. ഇമ്പോസ് ലോഡ്, അതായത് ലൈവ് ലോഡിൻ്റെ കേസിലാണ് ഫിക്സ്ഡും നോട്ട് ഫിക്സ്ഡും വരുന്നത്. ഓക്കെ, ഡെഡ് ലോഡ് അവിടെ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ, അല്ലെങ്കിൽ ഫിക്സ്ഡ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇനി ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് നോക്കാം. ഇവിടെ സ്പാൻ മൊമെൻറ്റ്സ്, സപ്പോർട്ട് മൊമെൻറ്റ്സ്. സ്പാൻ മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ അല്ലേ, സ്പാനിൽ വരുന്ന പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഓക്കെ, സ്പാൻ മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ അവിടെ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ആ കോഎഫിഷ്യൻ്റെ വാല്യൂ മൈനസിൽ കൊടുത്തിരിക്കുന്ന കാണാം. ഇനി സ്പാൻ മൊമെൻറ്റ്സ് നിയർ മിഡിൽ ഓഫ് എൻ സ്പാൻ കണ്ടോ, നിയർ മിഡിൽ ഓഫ് എൻ സ്പാൻ. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നോക്കാം. നിയർ മിഡിൽ ഓഫ് എൻ സ്പാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഫിഗറിൽ കാണിച്ചു, എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നിയർ ദ മിഡിൽ ഓഫ് മിഡ് സ്പാൻ എന്ന് പറയുന്നത്.
ഓക്കെ, നിയർ ദ മിഡിൽ ഓഫ് എൻ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, നിയർ മിഡിൽ ഓഫ് എൻ സ്പാൻ എന്ന് പറയുമ്പോൾ എൻഡിൽ വരുന്ന സ്പാൻ എന്ന് പറയുന്നത് ഈ രണ്ട് എ മാർക്ക് ചെയ്തിരിക്കുന്ന സ്പാനാണ് എൻഡിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ മിഡിൽ എന്ന് പറയുന്നത് ഞാൻ എ മാർക്ക് ചെയ്ത ആ ഒരു പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് മിഡിലായിട്ടായിരിക്കും വരിക. ആ ഒരു പൊസിഷനിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്യാം. അതായത് ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ് ലോഡ് ഫിക്സ്ഡ് ആണെങ്കിൽ അവിടെ +1/12 എന്നുള്ള കോഎഫിഷ്യൻ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇമ്പോസ് ലോഡ് നോട്ട് ഫിക്സ്ഡ് ആണെങ്കിൽ +1/10 എന്നുള്ള കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്യാം. ഇനി അടുത്തത് അറ്റ് മിഡിൽ ഓഫ് ഇൻറ്റീരിയർ സ്പാൻ. മിഡിൽ ഓഫ് ഇൻറ്റീരിയർ സ്പാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബാക്കിയുള്ള സ്പാനുകളൊക്കെ ഇൻറ്റീരിയർ സ്പാനാണ്, എൻ സ്പാൻ അല്ല. എൻ സ്പാൻ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എയും രണ്ട് എൻഡിൽ എ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് എൻ സ്പാൻ. ഇൻറ്റീരിയർ സ്പാൻ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ വരുന്ന സ്പാനുകളൊക്കെ. അപ്പോൾ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ മിഡ് സ്പാൻ ആണ്, അല്ലെങ്കിൽ ഇൻറ്റീരിയർ സ്പാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയർ സ്പാനിൻ്റെ മിഡിലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബി എന്ന് പറയുന്ന മാർക്ക് ചെയ്തിട്ടുള്ള പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്യാം. അറ്റ് മിഡിൽ ഓഫ് ഇൻറ്റീരിയർ സ്പാൻ, അതായത് +1/16 അതുപോലെ തന്നെ +1/12 ഇമ്പോസ് ലോഡ് നോട്ട് ഫിക്സ്ഡ് ആണെങ്കിൽ അറ്റ് മിഡിൽ ഓഫ് ഇൻറ്റീരിയർ സ്പാനിൻ്റെ മിഡിൽ എവിടെയാണ് പൊസിഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്യാം. അതുപോലെ സപ്പോർട്ട് മൊമെൻറ്റ്സ് അറ്റ് സപ്പോർട്ട്സ് നെക്സ്റ്റ് ടു എൻ സപ്പോർട്ട്. അപ്പോൾ എൻ സപ്പോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള സപ്പോർട്ട്, അതായത് ഇവിടെ ഞാൻ സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന എൻ സപ്പോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള സപ്പോർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ടു എൻ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ സി മാർക്ക് ചെയ്തിട്ടുള്ള സപ്പോർട്ടാണ്. അപ്പോൾ ഈ സി മാർക്ക് ചെയ്തിട്ടുള്ള സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ -1/10 അതുപോലെ തന്നെ -1/9 എന്നുള്ള കോഎഫിഷ്യൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ആ സപ്പോർട്ടിൽ, അതായത് എൻ്റെ സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണല്ലോ, അതിനോട് ചേർന്ന് വരുന്ന അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന എൻ സപ്പോർട്ടിൻ്റെ അടുത്ത് വരുന്ന സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ്, അതായത് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആണ് സപ്പോർട്ടിൽ വരിക. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് -1/10 എന്നുള്ളതും അതുപോലെ തന്നെ -1/9 എന്നുള്ള കോഎഫിഷ്യൻസ് നമുക്ക് യൂസ് ചെയ്യാം. അറ്റ് അതർ ഇൻറ്റീരിയർ സപ്പോർട്ട്. അപ്പോൾ ഇൻറ്റീരിയർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഡി മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇൻറ്റീരിയർ സപ്പോർട്ട്സ്. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയർ സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ -1/12 -1/9 എന്നുള്ള കോഎഫിഷ്യൻ്റ് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഫോർ ഒബ്റ്റെയിനിങ് the bending moment the coefficient shall be multiplied by the total design load and effective span. അവിടെ നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി ഈ കോഎഫിഷ്യൻ്റ് വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. the coefficient shall be multiplied by the total design load and effective span. അപ്പോൾ ഈ കോഎഫിഷ്യൻ്റ് എന്ത് ചെയ്യണം, ടോട്ടൽ ഡിസൈൻ ലോഡും അതുപോലെ തന്നെ എഫക്റ്റീവ് സ്പാനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് W/L. എന്നാൽ ഇവിടുത്തെ W എന്ന് പറയുന്നത് കിലോ ന്യൂട്ടണിലുള്ള W ആണ് കോഡിൽ പറയുന്നത് കേട്ടോ. കിലോ ന്യൂട്ടൺ, അതായത് ടോട്ടൽ നമ്മൾ നോർമലി സ്ലാബിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൽ ലോഡ് കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ആ സ്പാൻ, ഇപ്പോൾ ഷോർട്ടർ സ്പാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ള ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത്. ആ ലോഡിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഈ കോഡിൽ പറഞ്ഞിരിക്കുന്ന നോട്ട്. അപ്പോൾ നമ്മൾ ആ UDL വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ഡിസൈൻ ലോഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് പോയിൻ്റ് ലോഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ UDLൻ്റെ കൂടെ എന്ത് ചെയ്യണം, ആ ഡിസൈൻഡ് ആയിട്ടുള്ള ഡിസൈൻ UDLൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ലെങ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതായത് W/L എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ള ടോട്ടൽ ഡിസൈൻ ലോഡ്. ഓക്കെ, പിന്നെയും എന്ത് ചെയ്യണം, എഫക്റ്റീവ് സ്പാനിൻ്റെ കൂടെ വീണ്ടും L വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ നമ്മളിതുവരെ പഠിച്ചത് വെച്ചിട്ട് UDL ആണ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ UDL വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ W/L² എന്ന് വരും. ഈ കോഎഫിഷ്യൻ്റ് W/L² എന്നുള്ള രീതിയിൽ വരും UDL ആണെങ്കിൽ. ഇവിടെ നമുക്ക് കിലോ ന്യൂട്ടണിലെ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെൻറ്റ് mu = αm × W/L². αm എന്ന് പറയുന്നത് അവിടെ തന്നിട്ടുള്ള കോഎഫിഷ്യൻ്റ് ആണ്. ഏത് പൊസിഷനിലാണോ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതത് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ലോഡിങ് കേസസിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് αm വാല്യൂ നമ്മൾ ഏത് സ്ഥലത്തെ ബെൻഡിങ് മൊമെൻ്റ് ആണോ കണ്ടുപിടിക്കുന്നത് αm നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റും. W എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ UDL വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ UDL ആണ് W is the total design load UDL, where αm is the coefficient given in table 12 and L is equal to effective span ആണ്. L എന്ന് പറയുന്ന effective span ആണ്. അപ്പോൾ W/L എന്ന് പറയുമ്പോൾ W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഇൻറ്റു വീണ്ടും L ചെയ്ത് കഴിഞ്ഞാൽ
ഓക്കെ, അത് കിലോ ന്യൂട്ടണിലായി മാറി. അപ്പോൾ കിലോ ന്യൂട്ടണിലായ ലോഡിൻ്റെ കൂടെ വീണ്ടും എഫക്റ്റീവ് സ്പാൻ വെച്ച് മൾട്ടിപ്ലൈ ആണെന്നുള്ള ആ കോഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ എം ഇൻറ്റു WUL ഇൻറ്റു L, അതായത് WUL² എന്ന് വരും. ഇപ്പോൾ ഈ W എന്നുള്ളത് ക്യാപിറ്റൽ W ആണെങ്കിൽ നമ്മൾ പോയിന്റ് ലോഡ് എന്നുള്ള രീതിയിൽ എടുക്കുക, അതായത് കിലോ ന്യൂട്ടൺ യൂണിറ്റ് വരുന്ന ലോഡാണ്. അപ്പോൾ W ഇൻറ്റു L എന്ന് മാത്രം ചെയ്താൽ മതി ക്യാപിറ്റൽ W ആണെങ്കിൽ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്തതൊക്കെ WU വെച്ചിട്ടാണ്, അതായത് സ്മോൾ ലെറ്റർ WU വെച്ചിട്ടാണ്, അതായത് UDL വെച്ചിട്ടാണ്. അപ്പോൾ UDL ഇൻറ്റു ആദ്യം തന്നെ പോയിന്റ് ലോഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ WU ഇൻറ്റു L വരും. ഇൻറ്റു L ചെയ്യണമെന്നാണ് കോഡ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ WUL² ഇൻറ്റു ആൽഫ എം, അതായത് ആൽഫ എം എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കോഎഫിഷ്യൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ടേബിൾ 13 ഷിയർ കോഎഫിഷ്യൻസിൻ്റെ കേസ് നമുക്ക് നോക്കാം. ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഷിയർ ഫോഴ്സിൻ്റെ കോഎഫിഷ്യൻസ്. അപ്പോൾ ഇവിടെയും ടൈപ്പ് ഓഫ് ലോഡ്, ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ് ലോഡ്, ഫിക്സ്ഡ്, ഇമ്പോസ് ലോഡ് നോട്ട് ഫിക്സ്ഡ്. അപ്പോൾ ഇമ്പോസ് ലോഡ് ഫിക്സ് എന്ന് പറയുമ്പോൾ അത് ഒരു ഡെഡ് ലോഡ് തന്നെയായി മാറി അല്ലേ. അപ്പോൾ അത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് എടുക്കാം, ഞാൻ മുന്നമേ പറഞ്ഞു. അപ്പോൾ ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ് ലോഡ് ഫിക്സ്ഡ് എന്ന് പറയുന്ന കേസ്, ഇമ്പോസ് ലോഡ് നോട്ട് ഫിക്സ്ഡ് വരുമ്പോൾ ഡെഡ് ലോഡ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഇമ്പോസ് ലോഡിന്, അതായത് നോട്ട് ഫിക്സ്ഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓരോ കറസ്പോണ്ടിങ് പൊസിഷനിൽ നമുക്ക് ഷിയർ ഫോഴ്സിൻ്റെ കോഎഫിഷ്യൻസ് തന്നിട്ടുണ്ട്. ഒന്ന് അറ്റ് എൻ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് എൻഡിൽ വരുന്ന സപ്പോർട്ട്. ഓക്കെ, എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എൻ സപ്പോർട്ട്. ആ പൊസിഷനിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് കോഎഫിഷ്യൻറ്റ് 0.4, അതായത് ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ് ലോഡ് ഫിക്സ് എന്ന് പറയുന്ന കണ്ടീഷനാണെങ്കിൽ 0.4 യൂസ് ചെയ്യാം. ഇമ്പോസ് ലോഡ് നോട്ട് ഫിക്സ്ഡ് കണ്ടീഷനാണെങ്കിൽ 0.45 യൂസ് ചെയ്യാം. ഇനി അടുത്തത് അറ്റ് സപ്പോർട്ട് നെക്സ്റ്റ് ടു ദ എൻ സപ്പോർട്ട്. അപ്പോൾ എൻ സപ്പോർട്ടിൻ്റെ അടുത്തുള്ള സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻസ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഔട്ടർ സൈഡും ഇന്നർ സൈഡും ഉണ്ട്. അപ്പോൾ അറ്റ് സപ്പോർട്ട് നെക്സ്റ്റ് ടു എൻ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാം, അതായത് BC മാർക്ക് ചെയ്തിരിക്കുന്ന, രണ്ട് എൻഡിലും BC മാർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ടാണ് സപ്പോർട്ട് നെക്സ്റ്റ് ടു എൻ സപ്പോർട്ട്. അതിൽ ഔട്ടർ സൈഡ് എന്ന് പറയുമ്പോൾ B ആണ്. ഓക്കെ, B എന്ന് പറയുന്നതാണ് ഔട്ടർ സൈഡ്. ഓക്കെ, ആ സപ്പോർട്ടിൻ്റെ ഔട്ടർ സൈഡ് എന്ന് പറയുന്ന B ആണ്. ഞാൻ രണ്ട് എൻഡിലും B മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നർ സൈഡ് എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, ആ സപ്പോർട്ടിൻ്റെ ഇന്നർ സൈഡ് എന്ന് പറയുന്നത് C ആണ്. അപ്പം മാക്സിമം ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് സപ്പോർട്ടിൻ്റെ അവിടുന്ന് ഒരു D ഡിസ്റ്റൻസ് മാറിയിട്ടാണല്ലോ വരുന്നത് അല്ലേ. ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സപ്പോർട്ടിൻ്റെ അവിടുന്ന് ഒരു D എഫക്റ്റീവ് ഡെപ്തിൻ്റെ ഡിസ്റ്റൻസ് മാറിയിട്ടുള്ളതാണ് ക്രിട്ടിക്കൽ സെക്ഷനായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു സപ്പോർട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ അവിടുന്ന് D ഡിസ്റ്റൻസ് മാറിയിട്ട് രണ്ട് എൻഡിലും ഉണ്ടാവും. ഓക്കെ, അതായത് രണ്ട് സൈഡിലും ഉണ്ടാവും ഡിസ്റ്റൻസ് മാറിയിട്ട്, സപ്പോർട്ടിൽ നിന്ന് ഒരു D ഡിസ്റ്റൻസ് മാറിയിട്ട് വരുന്ന പോയിൻ്റാണ് B. അതുപോലെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ C എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ ആ രണ്ട് പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട കോഎഫിഷ്യൻസ് നമുക്ക് നോക്കാം. ഇപ്പം ഔട്ടർ സൈഡ് ആണെങ്കിൽ, ഓക്കെ, അതായത് ഞാൻ B എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് വാല്യൂസ് ആണെങ്കിൽ 0.6 എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ ഇന്നർ സൈഡിൽ വരുന്നതാണെങ്കിൽ ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ് ലോഡ് ഫിക്സ്ഡ് ആണെങ്കിൽ 0.55ഉം അതുപോലെ ഇമ്പോസ് ലോഡ് നോട്ട് ഫിക്സ്ഡ് ആണെങ്കിൽ 0.6 എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇന്നർ സൈഡ് ആണെങ്കിൽ C എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് നമുക്ക് ഈ കോഎഫിഷ്യൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഔട്ടർ സൈഡ് ആണെങ്കിൽ ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ് ലോഡ് ഫിക്സ്ഡ് ആണെങ്കിലും ഇമ്പോസ് ലോഡ് നോട്ട് ഫിക്സ്ഡ് ആണെങ്കിലും 0.6 തന്നെയാണ്. ഓക്കെ, ഇനി അറ്റ് ഓൾ അതർ ഇൻറ്റീരിയർ സപ്പോർട്ട്സ്, എല്ലാ ഇൻറ്റീരിയർ സപ്പോർട്ട്സിലും 0.5 എന്നുള്ളതാണ് ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ് ലോഡ് ഫിക്സ്ഡിൽ. ഇമ്പോസ് ലോഡ് നോട്ട് ഫിക്സ്ഡിൽ 0.6 എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇൻറ്റീരിയർ സപ്പോർട്ട്സ് ഒക്കെ D എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും ഔട്ടറും ഇന്നറൊക്കെ എടുക്കുകയാണെങ്കിലും സെയിം കോഎഫിഷ്യൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 0.5. ഓക്കെ, ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ് ലോഡ് ഫിക്സ്ഡ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 0.5 ആണ്. ഇമ്പോസ് ലോഡ് നോട്ട് ഫിക്സ്ഡ് എന്ന് പറഞ്ഞ് വരുന്നത് 0.6 ആണ്. ഓക്കെ, ഇനി അവിടെ താഴെ നോട്ട് കാണാം, ഫോർ ഒബ്റ്റെയിനിങ് ദ ഷിയർ ഫോഴ്സ് ദ കോഎഫിഷ്യൻറ്റ് ഷാൽ ബി മൾട്ടിപ്ലൈഡ് ബൈ ദ ടോട്ടൽ ഡിസൈൻ ലോഡ്. അപ്പം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കോഎഫിഷ്യൻറ്റ് ഡിസൈൻ ലോഡിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഓർത്തിരിക്കേണ്ടത്, ഇവിടെ ഡിസൈൻ ലോഡ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടണിലാണ്. അതായത് WU ഇൻറ്റു L ആണ് ഇവിടുത്തെ ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ WU ഇൻറ്റു Lൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, കോഎഫിഷ്യൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ W പോയിൻറ്റ് ലോഡ് ഇൻറ്റു L ചെയ്താൽ മതി എന്നുള്ള, ഇൻറ്റു കോഎഫിഷ്യൻറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്.
ഓക്കെ, അതായത് യൂണിറ്റ് നോക്കിയാൽ മതി. ഷിയർ ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടനാണ്. അപ്പോൾ ഇവിടെ കിലോ ന്യൂട്ടണിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അതിനെ കോഎഫിഷ്യൻ്റ് വെച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. യു ഡിയിലാണ് വരുന്നതെങ്കിൽ അതിനെ ഇൻറ്റു എൽ ചെയ്യണം. WU ഇൻറ്റു എൽ ഇൻറ്റു കോഎഫിഷ്യൻ്റ് എന്നുള്ളതാണ് വരിക. ഓക്കെ, അപ്പം ഷിയർ ഫോഴ്സ് VU ഈസ് ഈക്വൽ ടു ആൽഫ എഫ് ഇൻറ്റു VU ഇൻറ്റു എൽ. ഓക്കെ, ആൽഫ എഫ് എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഗിവൺ ഇൻ ടേബിൾ 13 ആണ്, ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, WU എന്ന് പറയുന്നത് ടോട്ടൽ ഡിസൈൻ ലോഡ് UDL എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ടോട്ടൽ ഡിസൈൻ ലോഡ് UDL എടുക്കുകയാണെങ്കിൽ ആൽഫ എഫ് ഇൻറ്റു WU ഇൻറ്റു എൽ എന്ന് പറഞ്ഞെടുക്കണം. ഓക്കെ, ഇതിപ്പം WU എന്ന് പറയുന്ന കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ്. അപ്പോൾ ഇൻറ്റു അതിൻ്റെ സ്പാൻ L ചെയ്യണം. അപ്പോൾ കിലോ ന്യൂട്ടണിലായി മാറി. അത് ഇൻറ്റു ആൽഫ എഫ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, L എന്ന് പറയുന്ന എഫക്റ്റീവ് സ്പാനാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കിലോ ന്യൂട്ടണിലാണ് ലോഡ് ഉള്ളതെങ്കിൽ ടോട്ടൽ ലോഡ് അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് കിലോ ന്യൂട്ടണിലാണെങ്കിൽ ജസ്റ്റ് കോഎഫിഷ്യൻ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. UDL ആണെങ്കിൽ നമ്മൾ നോർമലി കണ്ടുപിടിച്ച് വരുമ്പോൾ UDL ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ UDL ആയിട്ടുള്ള ലോഡിൻ്റെ കൂടെ ഇൻറ്റു L ചെയ്യണം. എന്നിട്ട് അതിനെ പോയിൻ്റ് ലോഡായി മാറും ഇൻറ്റു L ചെയ്ത് കഴിഞ്ഞാൽ. ആ ലോഡ് ഇൻറ്റു ആൽഫ എഫ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ്, ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽസും അസൈൻമെൻറ്റ്സൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഈ മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ നമ്പർ 4 ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, താങ്ക് യു.